സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് കഴിഞ്ഞയാഴ്ച ഷാലു പേയാടിനെ ഫെഫ്കയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. അതിൻ്റെ കാരണമന്വേഷിച്ച് അദ്ദേഹം ബി ഉണ്ണികൃഷ്ണനെ അടക്കം സമീപിച്ചിരുന്നു. പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ, ഷാലു പേയാട് തന്നെ പറയും. ഇതെപ്പോഴാണ് ഈ ഒരു സസ്പെൻഷൻ ഓർഡർ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്? ഞാൻ എനിക്കൊരു പടം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു 100 ദിവസമുള്ള ഒരു വലിയ പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസംബർ 9-ാം തീയതിയാണ് ആ പടം തുടങ്ങിയത്. ഞാൻ 8-ാം തീയതി തന്നെ അവിടെ ജോയിൻ ചെയ്തു. 10-ാം തീയതി രാവിലെ അവരവിടെ നിന്ന് കമ്മിറ്റി കൂടി എന്നെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. 12-ാം തീയതി എനിക്ക് ലെറ്റർ കിട്ടുന്നു. ഈ കാണുന്ന ലെറ്റർ 12-ാം തീയതിയാണ് എൻ്റെ കയ്യിൽ പറഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ 6 മാസം മുമ്പ് കഴിഞ്ഞ ചെറിയൊരു വെള്ളക്കയറ്റ് പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പയ്യൻ്റെ വീട്ടിൽ വെള്ളം കയറി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു ഫോട്ടോഗ്രാഫർ മെമ്പറിൻ്റെ വീട്ടിലാണ് വെള്ളം കയറിയത്. വെള്ളം കയറിയ സമയത്ത് അവൻ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ, വീട്ടിൽ വെള്ളം കയറുന്നത്. അവൻ എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കൊക്കെ അയച്ചു കൊടുത്തത്. അവരാരും ഇത് മൈൻഡ് ചെയ്തില്ല. ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗ്രൂപ്പിലെടുത്ത്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ഫെഫ്കയുടെ, ഞാൻ ഒഫീഷ്യൽ ഗ്രൂപ്പിലെടുത്തിട്ട് ഞാൻ പറഞ്ഞു അവൻ എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മിറ്റി കൂടിയിട്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഒരുത്തൻ്റെ വീട്ടിൽ വെള്ളം കയറി നിൽക്കുമ്പോൾ ഒരുത്തൻ ചാവാൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ അവൻ ഇപ്പോഴെന്തെങ്കിലും സഹായിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ നിങ്ങളെ സൗകര്യത്തിനല്ല ചെയ്യാനെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ വേറൊരു ഇത് വേറൊരുത്തൻ്റെ അടുത്ത്, ഇത് വലിയ ഒരുത്തൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കില്ല. കാരണം ഞങ്ങളുടെ സംഘടനയിൽ ഏതാണ്ട് 10-18 ലക്ഷം രൂപ വേറെ ഷോ എന്ന് പറഞ്ഞിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടൊക്കെ പോയ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ചോദിക്കാറൊക്കെ ചെയ്ത സംഭവങ്ങളാണ്. എന്നിട്ട് പിന്നീട് ഒരു കമ്മിറ്റി കൂടി അത് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ നമ്പർ അടിക്കും, അത് വേറെ അങ്ങനെ. അപ്പം ഞാൻ ഈ 18 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കാൻ പറഞ്ഞില്ല. ഒരു 10-15 രൂപ അവൻ്റെ അപ്പോഴത്തെ അന്നത്തെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാനാണ് പറഞ്ഞത്. കാരണം അവൻ്റെ അമ്മയുണ്ട്, പിള്ളേരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കാനുള്ളൊരു പരിപാടി ഞാൻ പറഞ്ഞുള്ളൂ. ഈ നിലവിലിപ്പോഴേ ഈ സസ്പെൻഷൻ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ വെല്ലുവിളി നടത്തി, എന്താണ്, സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്നൊക്കെയാണ്. അതെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അവന്. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ അങ്ങ് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ തൊട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവനൊന്ന് സഹായിക്കും ആർക്കെങ്കിലുമൊക്കെ, ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ്. എന്തായാലും ഞാൻ അവനെ സഹായിക്കും എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊടുത്തു. ഞാൻ കൊടുത്തതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറേ മെമ്പർമാർ 500-1000 രൂപയ്ക്ക് വീതം, എന്തായാലും ഒരു 10-15,000 രൂപ ഞങ്ങളൊരു 10 മിനിറ്റിനകത്ത് അവന് കളക്ട് ചെയ്ത് കൊടുത്തു. ഈ കളക്ട് ചെയ്ത് കൊടുത്തത് ഞങ്ങളുടെ സെക്രട്ടറി ടീമിനെയൊക്കെ, അതായത് ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ടവർക്ക്, ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഒരു ഈഗോ അടിച്ച്. ഈ ഈഗോ ആണ് സസ്പെൻഷനിലോട്ട് വന്നത്. മുമ്പും നേരത്തെ ഇതേപോലെ ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഈ കത്തിൽ തന്നെ പറയുന്നുണ്ട്. അതെ അതെ അതെ. അതെന്തിനായിരുന്നു? അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇക്കൂസ് രഘു എന്ന് പറഞ്ഞിട്ടൊരു ആലുവയിലുള്ള ഒരു മെമ്പറുണ്ട്. പാവ മെമ്പറാണ്, പുള്ളിക്കാരൻ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്ന ആളാണ്. ആ പുള്ളിക്ക് സ്ട്രോക്ക് വന്നപ്പോൾ ആ പുള്ളിയുടെ കൈപ്പടം കൊണ്ട് ഒരു ലെറ്റർ കൊടുത്തില്ല എന്നുള്ളൊരൊറ്റ പേരിൽ സാമ്പത്തിക സഹായം കൊടുത്തില്ല. അപ്പം ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അത് ശക്തമായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണിക്കുന്നത് വളരെ മോശമാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലൊരുത്തന് ഒരാവശ്യം വരുമ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഈ സംഘടനയോട് കാര്യമില്ല, ഈ സംഘടനയ്ക്ക് ഞാൻ വിലയൊക്കെ എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ആ ഒരു ചീത്ത വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ആ ചീത്ത വിളിയാണ് അവർക്ക് പ്രകോപിപ്പിച്ചത് അവരെ. അങ്ങനെയാണ് സസ്പെൻഷനിലേക്ക്. ഇപ്പോൾ എത്ര കാലത്തേക്കാണ്? 5/11/2024 മുതൽ ഒരു വർഷത്തേക്ക്. ഇപ്പോൾ നിലവിലിപ്പോൾ സിനിമയിലൊന്നും പറ്റില്ല. നേരത്തെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സിനിമയൊന്നും മാറ്റി. സിനിമയെന്ന് ഞാൻ അങ്ങനെ വിലക്കാണോ സിനിമയിൽ നിന്ന്? എനിക്ക് വിലക്കാണ്. അതായത് ഞാൻ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, നിങ്ങൾക്ക് പടം ചെയ്യാൻ പറ്റില്ല, നിങ്ങളങ്ങനെ ഞങ്ങളെ ധിക്കരിച്ച് പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പടം ഞങ്ങൾ നിർത്തി വയ്ക്കുമെന്ന്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ബി ഉണ്ണികൃഷ്ണൻ്റെ അല്ലെങ്കിൽ യവന്മാരൊന്നും കാല് പിടിച്ച് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം അത്യാവശ്യം ഇഷ്ടംമാതിരി കല്യാണമുണ്ട്. കല്യാണ വർക്ക് ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യണത്. പിന്നെ ഈ സിനിമയിൽ ഫോട്ടോഗ്രാഫിയാണ് എല്ലാവരും കല്യാണ വർക്കുകൾ പ്രതീക്ഷ തന്നെയാണ് ചെയ്യണത്. എന്തായാലും ഒരു പടം ചെയ്യാൻ വേണ്ടി വന്നാൽ ഞാൻ 10-100 പടത്തിന് മേളിൽ ഞാൻ ചെയ്ത്, വലിയ ഡയറക്ടർമാരോട് ചെയ്ത്. പിന്നെ എനിക്ക് ഇവൻ്റെ ഇടയിൽ നിന്ന് കാല് പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സംഘടനയായാലും അങ്ങനെ നമ്മളങ്ങനെ അവരെ അങ്ങനെ ആരുടെ നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന് മാപ്പ് പറഞ്ഞിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഇതിൻ്റെ തുടർ നടപടിയായിട്ട് എന്താണ് ആലോചിക്കുന്നത്? ഇപ്പോൾ വിലക്ക് കിട്ടിയല്ലോ, എന്തായാലും സിനിമ അതൊരു ജോലി നിഷേധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മുന്നോട്ടപ്പോൾ ഇനി എങ്ങനെ എന്താ പരിപാടി? എനിക്ക് കല്യാണ വർക്കുണ്ട്, ഞാൻ ജീവിച്ചു പോകും. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഇഷ്ടംപോലെ മെമ്പർമാർക്ക് ഇതുപോലെ വിലക്കുണ്ട്. ഇപ്പം തന്നെ ഇക്കൂസ് രഘു എന്ന് പറഞ്ഞ ആളിന്, അയാൾക്ക് സ്ട്രോക്ക് വന്നിട്ട് അയാൾക്ക് 5 പൈസ കൊടുത്തില്ല. അയാൾ പൈസക്ക് എഴുതി കൊടുത്തില്ല എന്നൊരൊറ്റ പേരിൽ. അപ്പോൾ ഇയാൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് പൈസ കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംഘടനയായിട്ട് ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാവും. ആ വാക്ക് തർക്കത്തിൻ്റെ പേരിൽ മാത്രം, ഈഗോയുടെ പേരിൽ മാത്രം 1 വർഷത്തേക്ക് ആ പുള്ളിയെയും
മാറ്റിയിരുത്തുന്നുണ്ട്. പക്ഷേ പാവപ്പെട്ടവൻ്റെ വൈഫൊക്കെ കളഞ്ഞിട്ട് പോയി. കാരണം സാമ്പത്തികമൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ആവശ്യമില്ല. ഇതുപോലെ മറ്റേതെങ്കിലും മുമ്പാണ് ഇങ്ങനെ ഒരു അതെ അനുഭവം ഉണ്ട്. ഇക്കുസ് രഘുവിനുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ സിനിമയിൽ ഒരുപാട് സിനിമകളിൽ നമ്മൾ ചെയ്യണ പടങ്ങൾക്കൊന്നും പൈസ ഒന്നും കിട്ടില്ല കേട്ടോ. പൈസ ഒന്നും കിട്ടില്ല. അതായത് ഇപ്പം തന്നെ എ രഞ്ജിത്ത് സിനിമ എന്നിട്ട് ഞാൻ ആസിഫ് അലിയുടെ ഒരു പടം ചെയ്ത് ₹1 കിട്ടിയില്ല എനിക്ക്. ഒരു ചെക്കിരിപ്പുണ്ട് 1,00,000 രൂപയുടെ വീട്ടിൽ. ₹1 കിട്ടിയിട്ടില്ല. ഞാൻ ഇത് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യാൻ. നമ്മൾ 10-40 ദിവസം വർക്കും ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സാധാരണക്കാരന് വേണ്ടിയിട്ടല്ലേ? ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ യൂണിയൻ. ഞങ്ങളുടെയൊക്കെ നേതാവായിട്ടിരിക്കുന്ന ആരാണ്? പ്രൊഡ്യൂസർമാരും വലിയ വലിയ ഡയറക്ടർമാരും. പിന്നെ ഇവിടെ നമുക്ക് എന്ത് നീതി കിട്ടാൻ? സാധാരണ വർക്ക് ചെയ്യണവർക്ക് എന്ത് നീതി കിട്ടാനാണ് ഇവിടുന്ന്? ഒരു നീതിയൊന്നും കിട്ടില്ല. ഇവർക്ക് ചുമ്മാ മേശയ്ക്ക് അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് സംസാരിച്ച് ഇതൊക്കെ ഒരു കോംപ്രമൈസ് ടോക്കിൽ അവസാനം നമുക്കിട്ട് വാദി പ്രതിയാക്കി വിടുക എന്നുള്ളതല്ലാതെ ഒന്നും നടക്കില്ല. പിന്നെ ഇയാളുടെ കൈ മാടമ്പിത്തനമുള്ള പരിപാടി എനിക്ക് അയാളുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി അയാളുടെ മാടമ്പിത്തനം. അതൊക്കെ അയാളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. കാരണം ഞാൻ അയാളുടെ ചിലവിലല്ല നിൽക്കുന്നത്. എന്തായാലും ഒരു ദിവസം പൊടുന്നനെയാണ് ഒരു സസ്പെൻഷൻ ഓർഡറായിട്ട് വരുന്നത്. നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന സിനിമ ആ സെറ്റിൽ നിന്നും പറഞ്ഞുവിട്ടു. ഇനിയും സിനിമകൾ ചെയ്യാൻ അവസരം നിഷേധിക്കുന്നു, സിനിമയിൽ വിലക്ക് നേരിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഷാലു പേയാട് പറയുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.